ഈ ഗവർണർ ഇപ്പോൾ നടത്തിയതുപോലെയുള്ള അചഞ്ചലമായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഇവിടുത്തെ പ്രതിപക്ഷം നടത്തണം എന്നാണ് നമ്മൾ പറഞ്ഞത്. കോടതിന് മുമ്പിൽ പൗരന്മാരല്ലേ ഉള്ളൂ, അല്ലാതെ മുഖ്യമന്ത്രി ഗവൺമെൻറ്റൊന്നും ഇല്ലല്ലോ. ആ പൗരൻ അവധിയാണെന്ന് പറയുകയും അവധി ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ സംരക്ഷകനായി നിയമസഭയിൽ ചെയ്യും. ഇത് ആരുടെ പരാജയമാണ്? ആ പ്രതിപക്ഷ നേതാവിനെ കാൽ പൈസയ്ക്ക് കൊള്ളില്ല എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. SFIക്കാർ ഈ സമരം തുടരും എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ MP ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും EP ജയരാജൻ്റെയൊക്കെ മക്കളെ ഇറക്കി സമരം ചെയ്യാൻ വരുന്നതാണ്, അല്ലെങ്കിൽ PM മാർഷോ ഇറക്കി സമരം ചെയ്യാൻ വരുന്നതാണ്. പോലീസിനെ നയിക്കുന്ന DGP, ഈ DGP ഒക്കെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാരിൻ്റെ പുഷ്ടം താങ്ങുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. വളരെ അസാധാരണമായ ചില സംഭവങ്ങൾക്കാണ് ശനിയാഴ്ച കേരളം സാക്ഷ്യം വഹിച്ചത്. തന്നെ കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകരെ കാറിൽ നിന്നിറങ്ങി നേരിട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ കുട്ടികൾക്കെതിരെ, ആ SFI ക്രിമിനലുകൾക്കെതിരെ കേസെടുത്ത് FIR കണ്ടതിന് ശേഷമാണ് അവിടെ സ്ഥലം വിട്ടത്. അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. CRPF അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. സാർ, ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവമല്ലേ? അല്ല, ഇത് നമ്മളങ്ങനെ കേട്ടിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷെ ഞാനത് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലിപ്പം കഴിഞ്ഞ 2.5 വർഷക്കാലമായിരുന്നു. പറഞ്ഞാൽ 2.5 വർഷക്കാലത്തിന് മുമ്പ് മെച്ചമായിരുന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാം കൊണ്ടും ഏറെ ദുരിതപൂർണമായിട്ടുള്ള, കേരളം കണ്ടിട്ടില്ലാത്തത്ര പുഴുത്ത് ചീഞ്ഞു നാറിയ ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാർ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള, എന്ത് ഞങ്ങൾ വിചാരിച്ചാലും ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു സർക്കാർ കഴിഞ്ഞ 2.5 വർഷക്കാലം. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ റൂത്ത്ലെസ് ആയിട്ടുള്ള, റിപ്രസീവായിട്ടുള്ള സർക്കാരിനെ ആദ്യമായി ഒരാൾ ഒരു പാഠം പഠിപ്പിച്ചു എന്നുള്ളിടത്താണ് ഈ ഒരു സംഭവത്തിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പിണറായി വിജയൻ എന്ത് ചെയ്ത് മുന്നോട്ട് പോകും? അഴിമതി, സ്വജനപക്ഷപാതം, ധൂർത്ത്, ഇതൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു, അടിച്ചമർത്തുന്നു, എതിരാളികളെ അടിച്ചമർത്തുന്നു, അടിച്ചമർത്തിയതിന് ശേഷം രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്നു. ഈ നിലയിൽ ഒരു വിധത്തിലുള്ള തടസ്സവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഏക ഛത്രാധിപതി അല്ലെങ്കിൽ ഏകാധിപതി, ഒരു വയോധികൻ, ഒരു വന്ധ്യ 70 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളൊരു വന്ധ്യ വയോധികൻ മുട്ടുകുത്തിച്ചു ഒരു സമരമുറയിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. താൻ എന്ത് വിചാരിച്ചോ അത് നടത്തിയതിന് ശേഷമാണ് ആ വന്ധ്യ വയോധികൻ അവിടെ ഒരു ചായക്കട മുമ്പിലിട്ടിരുന്ന ആ ഒരു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയത് എന്നുള്ളത് ഈ ഗവൺമെൻറ്റിനെതിരായി പടപൊരുതുന്ന എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനത്തിൻ്റെ ഒരു മുഹൂർത്തമായിരുന്നു എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ കുട്ടികൾക്ക് എതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ, കാരണം ഇവർ വിചാരിച്ചിരുന്നത് പെട്ടെന്ന് സ്റ്റേഷൻ ജാമ്യം കിട്ടും, പുറത്തു പോകാം, ഉടനെ തന്നെ ഞങ്ങൾക്ക് പുറത്തു പോകാം എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ, അതിൻ്റെ ഗുരുതരാവസ്ഥ എന്താണെന്ന് കൂടി ഒന്ന് പറയാം. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 17 SFIക്കാർക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പ് IPCയിലെ 124 എന്ന് പറയുന്ന ഒരു വകുപ്പാണ്. ആ വകുപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ രാവിലെ ഞാനത് പോസ്റ്റ് ചെയ്തിരുന്നു. അത് യഥാർത്ഥത്തിൽ IPCയിലെ തന്നെ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഒരു വകുപ്പാണ്. ആ വകുപ്പ് ചുമത്തുക എന്ന് പറയുന്നത് ആർക്കെതിരായിട്ടാണോ അത് ചുമത്തപ്പെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം അത് ഉണ്ടാക്കും എന്നുള്ളതാണ്. അത് അസോൾട്ട് ഓഫ് പ്രസിഡന്റ്, ഗവർണർ എക്സെട്ര വിത്ത് ഇൻറ്റൻറ്റ് ടു കമ്പൽ ഓർ റെസ്ട്രെയിൻ ദി എക്സർസൈസ് ഓഫ് എനി ലോഫുൾ പവർ എന്ന് പറഞ്ഞാൽ നിയമപരമായി പ്രസിഡന്റിനും ഗവർണർക്കും കൊടുത്തിരിക്കുന്ന അവകാശാധികാരങ്ങളെ തടയാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വകുപ്പ്. അതാണ് 124 എന്ന് പറഞ്ഞ വകുപ്പ് പറയുന്നത്. whoever with the intention of inducing or compelling the President of India or Governor
or of any state to exercise or refrain from exercising in any manner any of the lawful powers of governor or president. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് അവർക്കുള്ള അവകാശാധികാരങ്ങൾ മേൽ തടയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയോ, assaults or wrongfully refrains or attempts wrongfully to restrain or override by means of criminal force. അതായത് ക്രിമിനലായിട്ടുള്ള ഫോഴ്സിലൂടെ അവരെ കയ്യേറ്റം ചെയ്യാനോ മറ്റോ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുന്നറിയാവോ? ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഓഫ് ഐദർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 7 years. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫൈൻ 7 വർഷം വരെ തടവ്, പിന്നെ ഫൈനും വരും. അതായത് പ്രസിഡന്റിനെയോ ഗവർണറെയോ അവർക്കുള്ള നിയമപരമായിട്ടുള്ള അവകാശാധികാരങ്ങളെ തടയാൻ ശ്രമിക്കുകയോ അവരെ ആ പ്രവർത്തനം നടത്തുന്നതിൽ നിന്ന് ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് തടയാൻ ശ്രമിക്കുകയോ ചെയ്താൽ 7 വർഷം വരെ തടവ്. അതിൻ്റെ അടിയിൽ പറയുന്നത് പറഞ്ഞാൽ അതിന് ജാമ്യം ഉണ്ടാവില്ല. ജാമ്യമില്ല. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഭാവി അവതാളത്തിലായി. കുട്ടികളുടെ ഭാവി അവതാളത്തിലായി എന്നുള്ളതല്ല, വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം 7 വർഷം വരെ ജയിലിൽ കിടക്കാം. സർക്കാർ ജോലി കിട്ടില്ല, പാസ്പോർട്ട് കിട്ടില്ല, ഒന്നും കിട്ടില്ല. അത് മാത്രമല്ല 7 വർഷം വരെ വേണ്ട ജയിലിലും കിടക്കാം. UAPA ചുമത്തിന് തുല്യം വരെ ആകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അവരുടെ FIR ഞാൻ നോക്കി. ആ FIR നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 17 കുട്ടികളുടെയും അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ റൂറൽ കൊല്ലം എന്നാണ്. റൂറൽ കൊല്ലം, അതായത് കൃത്യമായ അഡ്രസ് ഇല്ല. അല്ല, ഞാൻ പറഞ്ഞതല്ല, അതായത് റൂറൽ ഏരിയയിൽ അതാണ് പോയിന്റ്. അതായത് ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള സാധാരണ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളാണ് ഈ 17 പേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒന്നൊഴിയാതെ, അതായത് ആസിഫ് ഏജ് 22, ഫിയാസ് മുഹമ്മദ് ഏജ് 23, അരവിന്ദ് 22, വിഷ്ണു 20, അഭിജിത്ത് 22, എല്ലാവരും 2 പെൺകുട്ടികളുണ്ട്. റൂറൽ കൊല്ലം, റൂറൽ സാധാരണ കുടുംബത്തിൽ നിന്നും കൂലിപ്പണിക്കാരുടെ കുടുംബത്തിൽ നിന്നും വരുന്ന കുട്ടികളാണ് ഇതെല്ലാം. മനസ്സിലായി. അപ്പോൾ ആത്യന്തികമായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്താ? ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഏതാണ്ട് 17ഓളം 20 മുതൽ 22 വയസ്സ് വരെ പ്രായമുള്ള ചെറുപ്പക്കാരന്മാരും ഈ ഒരു സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി ജാമ്യമില്ലാതെ 7 വർഷം വരെ തടവിൽ കിടക്കേണ്ട ഒരു അതിഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ CPM എന്ന് പറഞ്ഞ പാർട്ടി പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അതായത് വിദ്യാർത്ഥികളുടെ ഭാവി പരിപൂർണമായി തകർത്തുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അറിയാതെ അവരെ ഇതുപോലുള്ള സമരരംഗങ്ങളിലേക്ക് തള്ളിവിടുന്നതിനെതിരായിട്ടുള്ള ഒരു സന്ദേശവും കൂടി ഈ ഗവർണറുടെ സമരത്തിലുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് വിട്ടുവീഴ്ചയില്ലാത്ത അചഞ്ചലമായിട്ടുള്ള പോരാട്ടം? ഇതാണ് നമ്മൾ ഈ സമരത്തിൽ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം. ഉദാഹരണത്തിന് കഴിഞ്ഞ 2 വർഷമായി ഇവിടെ വളരെ റിപ്രസീവായിട്ടുള്ള അടിച്ചമർത്തൽ ഭരണം ഇവിടെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിതെല്ലാം മാറ്റി വെക്കുക. നവകേരള യാത്ര മാത്രം നമ്മളൊന്ന് എടുക്കുക. ആ നവകേരള യാത്ര തുടങ്ങിയ സമയം മുതൽ തീരുന്ന സമയം വരെ ഉണ്ടായിരുന്ന അടിച്ചമർത്തൽ നമ്മൾ കണ്ടു. തുടക്കത്തിൽ നമ്മൾ പഴയങ്ങാടിയിൽ വെച്ചിട്ടാണ് ഒരു കുട്ടിയുടെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ തലക്കിട്ട് ചെടിച്ചട്ടി രക്ഷാപ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ. യഥാർത്ഥത്തിൽ അന്ന് മുതൽ തന്നെ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഗവർണർ ഇപ്പോൾ നടത്തിയതുപോലെയുള്ള അചഞ്ചലമായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഇവിടുത്തെ പ്രതിപക്ഷം നടത്തണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗവർണറെ സംബന്ധിച്ചുള്ള ഗവർണർക്ക് എന്ത് പറഞ്ഞാൽ 70 മുകളിൽ വയസ്സ് പ്രായമുണ്ട്, 70-70 ഇടയ്ക്ക് വയസ്സ് പ്രായവും. എന്താണ് അയാൾ ചെയ്തത്? അയാൾ ഒരു അനീതിക്കെതിരെ ഒരു സമരമുഖം തുറന്നു. നിലയ്ക്കൽ ഒരു കടയുടെ മുമ്പിൽ ബെഞ്ചിൽ കസേരയിലിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, ഈ സമരത്തിന് ഒരു ലോജിക്കൽ എൻഡിൽ എത്തിക്കാതെ ഞാനിവിടെ നിന്ന് എണീക്കില്ല. ഇതിനാണ് ഈ അചഞ്ചലമായിട്ടുള്ള അല്ലെങ്കിൽ അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള സമരം എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പഴവങ്ങാടിയിൽ അടിച്ചപ്പോൾ അന്ന് മുതലേ ഞാൻ പറയുന്നൊരു കാര്യമാണ്, പ്രതിപക്ഷ നേതാവ് അവിടെ ചെല്ലണം, അവിടെ ചെന്നിട്ട് അവിടുത്തെ പിന്നെ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കുത്തിയിരുന്നതിന് ശേഷം ഇത് FIR ഇട്ട് ശിക്ഷിക്കുമെന്ന് ഉറപ്പ് വരുത്താതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ നവകേരള യാത്രയ്ക്കിടയിൽ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിനടുത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിന് നോട്ടീസ്, കോടതി നിർദ്ദേശപ്രകാരം പോലീസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഹാജരാവാൻ 29-ാം തീയതി
സ്റ്റേഷനിൽ ഹാജരാവാനാണ് പറഞ്ഞത്. നമ്മൾ മുമ്പ് പറഞ്ഞത് ഇദ്ദേഹം ഹാജരാകും, സ്റ്റേഷൻ ജാമ്യം കിട്ടി പുറത്തു വരുമെന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശദീകരണം ഹാജരായില്ലെന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് അവധിയിലാണ്. ഈ അവധിയിലായ ആൾ മുഖ്യമന്ത്രിയോടൊപ്പം നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വെല്ലുവിളിയല്ലേ? അപ്പോൾ ഇത് അല്ല സുമേഷ്, ഞാൻ പറയുന്നത് സാർ, ഈ സംഭവത്തിലും യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ ഗുരുതരമായ ഒരു സംഭവമാണ് അതും. അപ്പോൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അത് ചെയ്യേണ്ടതല്ലേ? ഇല്ല, അതാ ഞാൻ പറഞ്ഞ ഇത് വെല്ലുവിളിയാണോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു, എതിർക്കാൻ ശക്തിയില്ല എന്നുള്ള ബോധ്യമുള്ളത്. അതായത് ഞാനിന്ന് 2 ദിവസത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ ഒന്നും ആവർത്തിച്ച് പറയാം. അതായത് ഞാനൊരു പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനോട് ഒരിക്കലും ജോലി ചെയ്യുമ്പോൾ ഞാനൊരു 6 മണിയായപ്പോഴത്തേക്കും പോട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. രാത്രി 8 മണിയാകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു VS പിന്നെ സെക്രട്ടറിയുടെ മുന്നിൽ ആഹാരം കിടക്കുന്നു എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞ സുഹൃത്തെ, ഞാൻ 6 മണിക്ക് VS കണ്ടിട്ട് പോകുന്നതാണല്ലോ. ഇല്ല, നീ ഒന്ന് അവിടെ ചെന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു കട്ടിലിട്ട് 82 വയസ്സുള്ള വയോവൃദ്ധൻ സെക്രട്ടറിയുടെ മുമ്പിൽ കിടക്കുകയാണ്. ഒരു 10,500 ആൾ, എനിക്ക് തോന്നുന്നു 10,000 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ 8 മണിയാകുമ്പോൾ ഓടിയാണ്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ SFI പിള്ളേർ പിന്നെ എന്തോ ടെൻറ്റ് കെട്ടാൻ പോയപ്പോൾ പോലീസുകാരെ സമ്മതിച്ചില്ല. അപ്പോൾ VS വന്നപ്പോൾ VSനോട് എന്തോ എതിർത്ത് പറഞ്ഞു, അവിടെ ഇരുന്നു. അവസാനം 2 ദിവസം കഴിഞ്ഞിട്ട് ആ സത്യാഗ്രഹം തീരുമ്പോൾ ഏതാണ്ട് ഒരു 10,000-15,000 ആൾ അവിടെ കൂടിയിരിക്കുകയായിരുന്നു. മനസ്സിലായി? അപ്പം ഇന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ ഗൗരവമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് കോടതിയിൽ, അതായത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നു, ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളുടെ ഭാഗമായി കോടതിയിൽ ഹാജരാവാൻ കോടതി ഒരു പൗരനോട് പറയുന്നു. കോടതിന് മുമ്പിൽ പൗരന്മാരല്ലേ ഉള്ളൂ, അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റൊന്നും ഇല്ലല്ലോ. ആ പൗരൻ അവധിയാണെന്ന് പറയുകയും അവധി ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ സംരക്ഷകനായി നിയമസഭയിൽ ചെല്ലുകയും ചെയ്യും. ഇത് ആരുടെ പരാജയമാണ്? ഇത് മുഖ്യമന്ത്രിയുടെ പരാജയമല്ല. ഇതിനെ എതിർക്കാൻ കെൽപ്പില്ലാത്ത വരിയുടയ്ക്കപ്പെട്ട പ്രതിപക്ഷം പോലുള്ള സംവിധാനങ്ങളുടെ പരാജയമാണിത്. ഞാൻ നേരത്തെ VS അച്യുതാനന്ദൻ്റെ കാര്യം പറഞ്ഞു. 82 വയസ്സിലോ മറ്റോ ആണ് അയാൾ, 81 വയസ്സിലോ മറ്റോ ആണ് അവിടെ സെക്രട്ടറി മുമ്പിൽ അവിടെ കിടക്കുന്നത്. ഇവിടെ നമുക്ക് ഊർജ്ജസ്വലനായിട്ടുള്ള സക്രിയമായി പ്രവർത്തിക്കുന്ന 58 വയസ്സുള്ളൊരു പ്രതിപക്ഷ നേതാവ് നമുക്ക് ഇവിടെ ഉണ്ട്. ആ പ്രതിപക്ഷ നേതാവിനെ 1/4 പൈസയ്ക്ക് കൊള്ളില്ല എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഗവർണർ എന്താ ചെയ്തത്? ഗവർണർ ആദ്യം അടി കൊടുത്തത് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനാണ്. കാരണം ഇപ്പോൾ CRPFനെ വിളിച്ച ഭാഗമൊക്കെ അവിടെ മാറി നിൽക്കട്ടെ, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. 17 കുട്ടികൾക്കെതിരെ FIR ഇട്ടതിന് ശേഷമേ ഞാനിവിടെ നിന്ന് നിർത്തി പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ അവിടെ ഇരുന്ന് നടത്തിയ ആ സമരമുറയുണ്ടല്ലോ, സമരമാർഗം, അതാണ് കേരളം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യമാണ് ഗവർണർ ചെയ്തത്. അല്ല, ഇതേ കാര്യമാണല്ലോ മറിയക്കുട്ടി ചേട്ടത്തിയും ഒരു കണക്കിന് ചെയ്തത്. അതെ, ഞാൻ പറഞ്ഞത് അതൊരു വശം. ഇപ്പം ഗവർണറെ സംബന്ധിച്ചിടത്തോളം അയാൾ അണ്ടർലൈനിങ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, മനസ്സിലായോ? ഇനി മറുഭാഗത്ത് അയാൾ ശരിക്കും പിണറായി വിജയന് മാത്രമല്ല അടി കൊടുത്തത്, കോൺഗ്രസിന് UDFന് അടി കൊടുത്തു. UDFന് അടി കൊടുത്ത പോലെ തന്നെ BJPക്ക് അടി കൊടുത്തു. BJP പോലെ 10 വർഷമായിട്ട് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്ത് സംരക്ഷണം ആണ് ഗവർണർക്ക് നൽകിയത്? ഇതൊന്നും നൽകിയില്ല. അപ്പം സ്വാഭാവികമായും ഗവർണർ എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കുന്ന മനുഷ്യൻ കേരളത്തിലെ എല്ലാ മുന്നണികൾക്കും, ഞാൻ പറഞ്ഞപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ മനുഷ്യൻ്റെ രാഷ്ട്രീയമൊക്കെയായി ബന്ധപ്പെട്ട് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, ഞാനത് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏകഛത്രാധിപത്യ ഭരണത്തിനെതിരെ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു പ്രതിപക്ഷത്തിനും സമൂഹത്തിനും BJPക്കും. അതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനസ്സിലായില്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ഇല്ലാത്തതാണ് എന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. സമരത്തിന് ഈ പറഞ്ഞ പോലെ ഇപ്പം നിയമസഭയിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ഒന്ന് വണങ്ങും എന്ന് പ്രതീക്ഷിച്ചു, അതൊക്കെ അസംബന്ധങ്ങളാണെന്ന്. ഇപ്പോൾ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VS അച്യുതാനന്ദനെതിരായിട്ടുള്ള ഏറ്റവും വലിയൊരു വിമർശനം എന്തായിരുന്നല്ലോ, വലിയ കടുംപിടുത്തക്കാരൻ. പക്ഷേ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. സമരം എന്ന് പറഞ്ഞാൽ സമരത്തിന് വിട്ടുവീഴ്ചയില്ല, മനസ്സിലായി, ഒത്തുതീർപ്പില്ല. അല്ലാതെ നിങ്ങളെ കാണുമ്പോൾ ചിരിച്ചിട്ട് നിങ്ങളെ പുറകിൽ നിന്ന് കുത്തുക എന്നുള്ളതല്ല. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്താണോ തോന്നുന്നത് അതെൻ്റെ മുഖത്ത് പ്രകടിപ്പിക്കുക, അതാണ് സമരം. ആ സമരമാണ് അയാൾ കാണിച്ചു കൊടുത്തത്. പിന്നെ മറുവശത്ത് അയാളുടെ അധികാരവും കേന്ദ്രത്തിലുള്ള അയാളുടെ സ്വാധീനവും കാര്യങ്ങളും അയാളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏകാധിപതിയെ മുട്ടുകുത്തിക്കാൻ കഴിയും എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അയാൾ അവിടെ നിന്ന് തെളിയിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അടുത്തൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്
ഈ കേന്ദ്രവിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ട് BJPക്ക് എതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർ അത് ശുദ്ധ അസംബന്ധമാണെന്ന് ഇതിനകത്തുള്ള തെളിഞ്ഞു. എന്താ കാരണം? കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരം നടത്താനാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ അവിടെ ഡൽഹിയിൽ പോയി അവിടെ ജന്തർ മന്ദറിൽ സമരം നടത്തുക എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്യേണ്ടിയിരുന്നത്. അത് അവസാന നിമിഷത്തിൽ മാറ്റിവെച്ചു. കാരണം അവിടുന്ന് അതിൻ്റെ ഭീഷണി ലഭിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് KV തോമസിലൂടെയാണ് അത് ലഭിച്ചത് എന്നും ഉള്ള വിവരവും നമുക്കുണ്ട്. KV തോമസ് ഇയാളോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, നിങ്ങളത് അവിടെ പോയി ചെയ്ത് കഴിഞ്ഞാൽ അത് അന്വേഷണ ഏജൻസികളെ പ്രകോപിപ്പിക്കും എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. അപ്പം യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരമാണ് നടക്കുന്നതെങ്കിൽ അവിടെ പോയി ശക്തമായി സമരം ചെയ്യായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിനുള്ള ആർജവുമില്ല, ഇച്ഛാശക്തിയില്ല. അപ്പോൾ അതിന് പകരം ഒരു വ്യാജമായിട്ടുള്ള ഒരു സമരം ഇവിടെ നടത്തിയിട്ട് തങ്ങൾ BJPക്കെതിരെ എന്തോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുക, ജനങ്ങളുടെ മനസ്സിൽ ഒരു വരുത്തി തീർക്കുക. ഇതാണ് നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ MV ഗോവിന്ദൻ ഞങ്ങൾ സമരം തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ നിന്ന് വരുന്ന സന്ദേശം ഇത് SFIക്കാർ സ്വതന്ത്രമായി എടുത്തൊരു സമരമുറ അല്ല എന്നുള്ളതാണ്. അതെ, ഇത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നടന്ന സമരമാണ് എന്നുള്ളതാണ് അതിനകത്തൂടെ പുറത്തു വരുന്നത്. ഇനി SFIക്കാർ ഈ സമരം തുടരും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ MV ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെ EP ജയരാജൻ്റെയൊക്കെ മക്കളെ ഇറക്കി സമരം ചെയ്യാൻ ഇവർ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ PM ആർഷോ ഇറക്കി സമരം ചെയ്യാൻ ഇവർ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ A റഹീമനെ ഇറക്കി, അല്ലെങ്കിൽ വസീഫ് എന്നോ സനോജ് എന്നൊക്കെ പറഞ്ഞ യൂത്ത് അവരെ എല്ലാം ഇറക്കി സമരം ചെയ്യാൻ ഇവർ തയ്യാറുണ്ടോ? അതിന് തയ്യാറാവില്ല. കാരണം വെച്ചാൽ അവരുടെ ഭാവി പോകുന്നുള്ളത് അവർക്കറിയാം. PM ആർഷോയെ സംബന്ധിച്ചോളം PM ആർഷോ ഈ ഇതിലേതെങ്കിലും ഒരു സമരത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ 7 വർഷം ജയിലിലായിരിക്കും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം സാധാരണക്കാരന് വേണ്ടി, സാധാരണക്കാരൻ്റെ മക്കൾക്ക് വേണ്ടി, അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്ന സമരമുറകളാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് ഇതിലൂടെ പൊതുജനങ്ങളോട് പറയാനുള്ളത്, SFIക്കാരുടെയൊക്കെ മാതാപിതാക്കളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളുടെ ഭാവി ഇതുപോലുള്ള സമരങ്ങളിലൂടെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, കേരളത്തിലെ പൊതുജനങ്ങൾക്കും പൊതുമണ്ഡലത്തിനുമൊക്കെ വളരെയേറെ ആവേശമുണ്ടാക്കുന്ന ഒരു സമരമാർഗമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവലംബിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അതിന് നേതൃസ്ഥാനത്ത് തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവാതെ ഇപ്പം അയാൾ തുടരുന്ന പാതയിൽ അയാൾ ഇതുപോലെ വിട്ടുവീഴ്ചയില്ലാതെ തുടർന്നാൽ അതിലൂടെ അദ്ദേഹം പൊതുമണ്ഡലത്തിന് വലിയ തോതിലുള്ള അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൻ്റെ വലിയ തോതിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ള കാര്യം. പക്ഷേ അവിടെയും ഗൗരവകരമായ ഒരു പ്രശ്നമുണ്ട്. കാരണം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അറ്റ് ഹോം എന്നൊരു വിരുന്ന് ഗവർണർ നടത്തുന്ന ഒരു കീഴ്വഴക്കമുണ്ടല്ലോ. രാജ്യത്തെ എല്ലാ രാജ്ഭവനുകളിലും അതൊരു കീഴ്വഴക്കമായി കൊണ്ട് വരുന്നൊരു പരിപാടിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗവർണർ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോയില്ല. അത് നമുക്കൊരു രാഷ്ട്രീയമായി മാറ്റിയിരുത്താം. പക്ഷേ DGPയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പോലും ചരിത്രത്തിൽ ആദ്യമായി അറ്റ് ഹോമിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥർ പോലും പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും കീഴാളന്മാരായി മാറിയിരിക്കുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഗവർണർക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ കാണുന്നൊരു പ്രത്യേകത അതാണ്. ഇപ്പോൾ പോലീസിനെ നയിക്കുന്ന DGP, ഈ DGPയൊക്കെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാരിൻ്റെ പുഷ്ടം താങ്ങുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ DGP ആയാലും മറ്റു ഉദ്യോഗസ്ഥന്മാരായാലും ഒക്കെ തന്നെ ഇതിന് പോകാത്തതിൻ്റെ കാരണം എന്താ? അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ സംരക്ഷണത്തിലും സുരക്ഷയിലും ഒക്കെ ഭീതിയുണ്ട് അവർക്ക്. അവരെ ഈ പറഞ്ഞതുപോലെ ദ്രോഹിക്കുമോ എന്നുള്ള ഭയമുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതിന് വിരുദ്ധമായി പോകണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ജേക്കബ് തോമസ് ഒക്കെ ഒരു ഉദാഹരണമായി ഇവിടെ മുന്നിലുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ജേക്കബ് തോമസ് മുതൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർ, പോലീസ്, ഇതൊക്കെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒക്കെ തന്നെ പുഷ്ടം താങ്ങുന്ന സമീപനമാണ് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഗവൺമെൻറ്റിനോടും മുഖ്യമന്ത്രിയോടൊക്കെ ഭയമുള്ള ഉദ്യോഗസ്ഥന്മാർ സ്വാഭാവികമായും ഇതിനൊന്നും പോകില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അയാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും എന്ന് നമുക്ക് കരുതുക വയ്യ. കാരണം അയാൾ നേരത്തെ മുതലേ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നേരിട്ട് വളർന്നു വന്ന ഒരാളാണ്. അയാൾ 4 തവണ UPയിൽ നിന്ന് MP ആയിട്ടുള്ള ആളാണ്. അയാൾ 30 വയസ്സിൽ താഴെ മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ മന്ത്രിയായിട്ടുള്ള ആളാണ്. മനസ്സിലായോ? എന്ന് മാത്രമല്ല, അയാൾ കോൺഗ്രസിൽ രാജിവെച്ചത് എന്തിനാണെന്ന് നമ്മൾ ആലോചിക്കണം. ഷബാനു കേസിൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ മുസ്ലിം ജനവിഭാഗങ്ങളെ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആ വിധിയെ ഇല്ലാതാക്കുന്ന നിലയിൽ ഒരു നിയമം
കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു, കോൺഗ്രസിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ അന്ന് MP ആയിരുന്ന അയാൾ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല MP സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചിട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഒരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അയാൾ ഇതുപോലുള്ള ഈ സമരമുഖങ്ങളിൽ തല ഉയർത്തി പിടിച്ച് നെഞ്ചു വിരിച്ച് നിൽക്കുന്നത്. ഈ സമരം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി അയാൾ നടത്തുന്ന സമരമാണ് എന്നുള്ളത് പൊതുജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഗവർണറെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു വിഷയം പ്രതിപാദിക്കുമ്പോൾ തന്നെ കേരള പോലീസിൻ്റെ ചില പരിഹാസ്യമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി എടുത്തു കാണിക്കേണ്ടതുണ്ട്. കാരണം മുഖ്യമന്ത്രി നവകേരള സർക്കിട്ട് നടത്തിയപ്പോഴൊക്കെ കേരള പോലീസ് കൊടുത്തൊരു പ്രൊട്ടക്ഷൻ നമ്മൾ കണ്ടതാണ്. അതായത് കിലോമീറ്ററുകൾക്ക് അപ്പുറം പോലും കറുത്ത ഷർട്ടുമായി ധരിച്ച് നിൽക്കുന്ന ആൾക്കാരെ പോലും പിടിച്ച് കരുതൽ തടങ്കലിലാക്കുന്നു. പക്ഷേ നിലമേലിൽ സംഭവിച്ചത് അതല്ല. ഈ ബാനർ പിടിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ബാനറിൻ്റെ കീഴിൽ തണൽ പറ്റി നിൽക്കുകയാണ് പോലീസ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പോലീസ് എന്ന് പോലും നമുക്ക് അവരെ പറയാൻ കഴിയില്ല എന്നുള്ള ഒരു നിലയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിവിടുത്തെ ഭരണാധികാരികളുടെ ഒരു കോടാലിക്കൈയായോ അല്ലെങ്കിൽ മനസ്സിലായോ അവരുടെ ജനങ്ങളെ മർദ്ദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ടോ പ്രവർത്തിക്കുകയാണെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പോലീസ് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ. പക്ഷെ ആ പോലീസിന് പോലും ഗവൺമെൻറ്റിനെ അന്ധമായി പിന്തുണയ്ക്കുന്ന സമീപനം തുടർന്ന് പോകാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ 17 കുട്ടികൾക്കെതിരെ FIR ഇട്ടാലേ ഞാൻ പോകുള്ളൂ എന്ന് പറയുന്നു. FIR ഇട്ടിട്ട് പോകുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞത് 50ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു, അതിൽ 17 പേർക്ക് കേസെടുത്തപ്പോൾ പറഞ്ഞു താൽക്കാലികമായി ഞാൻ ഇത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അതൊന്ന്. രണ്ട്, നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ CRPF വന്നിരിക്കുകയാണ്. CRPF വെടിവെക്കില്ലെന്നുള്ളതൊക്കെ അവിടെ മാറി നിൽക്കട്ടെ, ആക്രമണോത്സുകമായി വരുന്നവരെ അവർ കാര്യമായി കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ല, CRPFന് ഇപ്പോൾ ഇവരെ പിടികൂടി കേരള പോലീസിനെ ഏൽപ്പിക്കാനുള്ള ഒരു ചുമതല മാത്രമല്ലേ ഉള്ളൂ? അല്ല, അതായിരിക്കാം. പക്ഷേ ആക്രമണോത്സുകമായി ഗവർണർക്കെതിരെ വരുന്നവരെ കൈകാര്യം ചെയ്യാൻ തോക്കെടുക്കാം. അല്ല, തോക്കെടുത്തില്ലെങ്കിൽ പോലും ലാത്തി കൊണ്ടാണെങ്കിൽ പോലും ഈ കുട്ടികളെ ഈ പറഞ്ഞു വരുന്ന ക്രിമിനലുകളെ കൈകാര്യം ചെയ്യാനുള്ള ബാധ്യത അവർക്കുണ്ട്. കാരണം അവർ ഗവർണറുടെ സുരക്ഷയുടെ ചുമതലയുള്ള ആളുകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇനി SFIക്കാർ ഈ സമരമൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്കും വല്ലാതെ ഭയപ്പെടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ പിണറായിയുടെ പോലീസ് അവരെ പിടിച്ച് തോളത്തൊക്കെ തട്ടി തോളത്തെ കൈയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് വണ്ടി കെട്ടി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സാഹചര്യം ഇനി മാറും. ഇനി CRPFകാർ ഉള്ള സമയത്ത് ഇതുപോലുള്ള പ്രതിഷേധവുമായിട്ട് ചെന്നാൽ അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ CPM പോലൊരു റുത്ലസ് ആയിട്ടുള്ളൊരു പാർട്ടിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രക്തസാക്ഷികളെ കിട്ടിയാലും വേണ്ടില്ല, അതിൻ്റെ പേരിൽ അടുത്ത തവണ അധികാരത്തിൽ വരാൻ കഴിയുമോ എന്ന് പോലും നോക്കാൻ മടിയില്ലാത്ത ഒരു ഇംഗ്ലീഷ് പറഞ്ഞ റുത്ലസ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ് CPM എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഈ CRPFകാർ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ എന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ചോണം. അടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിനേക്കാൾ അപ്പുറത്ത് പ്രകോപനം ഉണ്ടാക്കി ഒരു വെടിവെപ്പ് ഉണ്ടാക്കി അതിൻ്റെ പേര് രക്തസാക്ഷിത്വം വഹിച്ച് വീണ്ടും ഒന്നുകൂടി അധികാരത്തിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് MP ഗോവിന്ദനോ മറ്റോ 356 ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെ എന്നുള്ള നിലയിൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ CPMകാരൻ ഈ പറഞ്ഞ പോലെ 2-3 വിദ്യാർത്ഥികളെ കൊലയ്ക്ക് കൊടുത്താൽ പോലും അവർക്ക് അധികാരം എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു വ്യത്യസ്തമായ ഒരു സമരമുറ തന്നെയാണ് ഗവർണർ പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ ഓരോ പൗരനും, കാരണം ഈ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഗത്യന്തരമില്ലാതെ സാഹികെട്ടിരിക്കുന്ന ഓരോ കേരളത്തിലെ പൗരന്മാർക്കും ഇതൊരു പ്രചോദനമാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു ആർജവമുള്ളൊരു സമരം കണ്ടത് മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു 86 വയസ്സായ ഒരു വന്ധ്യ വയോധികയിലാണ്. ഗവർണർ കാണിച്ച ആർജവമെങ്കിലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് നേരിൻ്റെ പക്ഷത്തിലൂടെ ബുധനാഴ്ച കാണാം.